നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 30 ഞായറാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ പ്രിയ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സസിനെത്താൻ ഒരു ഈസി വേ. അതെ, ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2017 ശേഷം UK, അയർലൻഡ്, കാനഡ, USA, സ്പെയിൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ 1800 hours പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് BSc നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട, കോൺടാക്ട് ചെയ്യാം. US താരിഫുകൾക്കെതിരെ നടപടികൾക്ക് രാജ്യം തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ. ആവശ്യമെങ്കിൽ US താരിഫുകൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ UK മടിക്കില്ലെന്ന് ഡൌണിംഗ് സ്ട്രീറ്റ് വൃത്തങ്ങൾ അറിയിച്ചു. ഏപ്രിൽ 2-ന് കാർ ഇറക്കുമതിക്ക് 25% നികുതിയും മറ്റു ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ താരിഫ് ഭീഷണിയും ഉണ്ടാകുന്നതിന് മുന്നോടിയായി സർക്കാർ വൈറ്റ് ഹൌസുമായി അവസാന നിമിഷ ചർച്ചകൾ നടത്തിവരികയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി UKക്ക് US-മായി താരതമ്യേന തുല്യമായ വ്യാപാര ബന്ധമുണ്ടെന്ന് വാദിച്ച് ഒരു ഇളവ് നേടുവാനുള്ള ശ്രമം തുടരുകയാണ്. ലേബർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അധിക ടാക്സും എനർജി ബിൽ ഉൾപ്പെടെയുള്ള അധിക ബില്ലുകളും ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ഇവ പ്രാബല്യത്തിലാകുന്നതോടെ ഒരു കുടുംബത്തിന് കുറഞ്ഞത് 1000 പൗണ്ടോളം വരുന്ന അധിക ബാധ്യത വരുമെന്നാണ് കണക്കുകൂട്ടൽ. കൌൺസിൽ ടാക്സ്, വാട്ടർ, എനർജി റേറ്റുകൾ ഉൾപ്പെടെ പലവിധ ബില്ലുകളും വർദ്ധിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ചാൻസലർ റേറ്റ് ഡീവ്സ് പ്രഖ്യാപിച്ച എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് വർധനയും അധിക ചെലവിൽ ഉൾപ്പെടും. രാജ്യത്തെ മിനിമം വേതനം ഏപ്രിൽ 1 ചൊവ്വാഴ്ച മുതൽ വർദ്ധിപ്പിക്കും. 3 ദശലക്ഷത്തിലധികം ബ്രിട്ടീഷുകാർക്ക് വർധനവിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ചില മുഴുവൻ സമയ തൊഴിലാളികൾക്ക് ഈ വർധനവ് പ്രതിവർഷം 2500 പൗണ്ട് വരെയാകും. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന നാഷണൽ ലിവിംഗ് വേജ് 6.7% വർദ്ധിക്കും. 18-നും 20-നും ഇടയിൽ പ്രായമുള്ളവരുടെ ദേശീയ മിനിമം വേതനം 16% വർദ്ധിപ്പിക്കും. ഓക്സ്ഫോർഡിലെ മുൻ മേധാവിയായിരുന്ന അമാൻഡ സ്പീൽമാൻ ഹൌസ് ഓഫ് ലോർഡ്സിലേക്ക് റിപ്പോർട്ടുകൾ. സ്പീൽമാനെ കൺസർവേറ്റീവ് നേതാവ് കെവി ബെറ്റ്നോക്കാണ് ഹൌസ് ഓഫ് ലോർഡ്സിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. എന്നാൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. 2017 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലാണ് സ്പീൽമാൻ ബ്രിട്ടന്റെ സ്കൂൾ നിരീക്ഷണ ഏജൻസിയായ ഓക്സ്ഫോർഡിന്റെ തലവനായി സേവനമനുഷ്ഠിച്ചിരുന്നത്. ഈ സമയത്ത് സ്കൂൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് പ്രധാന അധ്യാപികയായിരുന്ന റൂത്ത് പെറി 2023 ജനുവരിയിൽ ജീവിതമൊടുക്കിയിരുന്നു. ഈ സംഭവത്തിൽ ഓക്സ്ഫോർഡിന് നേരെ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. ഇതാണ് നിയമനം വിവാദമാകുവാൻ കാരണം. നോർത്താംപ്ടൺഷെയറിലെ വീടിനുള്ളിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് 3 പേർക്ക് ദാരുണാന്ത്യം. പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ വീടിന്റെ മേൽപ്പുര പൂർണ്ണമായും ഇളകി കത്തി നശിച്ച നിലയിലാണ്. മരണപ്പെട്ട 3 പേരുടെയും വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അഗ്നിബാധയുണ്ടായ കെട്ടിടം ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടവുമായിരുന്നു. ഇത് പിന്നീട് പരിഷ്കരിച്ച് ഒരു വീടാക്കിയതായിരുന്നു. പ്രിൻസ് ഹാരിയും സെന്റിബാല ചെയർമാൻ ഡോക്ടർ സോഫി ചന്ദൌഗിയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. പ്രിൻസ് ഹാരിയുടെ ബ്രാൻഡ് വിഷമാണെന്നും അത് സെന്റ് ബാല ചാരിറ്റിയെ ബാധിച്ചെന്നും സംഘടനയുടെ ചെയർമാനായ ഡോക്ടർ സോഫി ചന്ദൌഗ ആരോപിച്ചു. 1 വർഷം മുമ്പ് തന്നെ ഹാരിയുമായി അഭിപ്രായ ഭിന്നതകൾ ആരംഭിച്ചിരുന്നതായി ഡോക്ടർ ചന്ദൌഗ ഫിനാൻഷ്യൽ ടൈംസിനോട് വെളിപ്പെടുത്തി. 2006-ലാണ് പ്രിൻസ് ഹാരിയും ലെസോത്തോയിലെ പ്രിൻസസ് സെനോയും ചേർന്ന സെന്റിബാല ആരംഭിച്ചത്. ഹാരിയുടെ അമ്മയായിരുന്ന പ്രിൻസസ് ഡയാനയുടെ ഓർമ്മയിൽ സ്ഥാപിതമായ ഈ സംഘടന ദക്ഷിണാഫ്രിക്കയിലെ HIV/AIDS ബാധിതരായ ആളുകളെ സഹായിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മ്യാൻമാറിലെ ഭൂചലനത്തിൽ ചാൾസ് രാജാവ് അനുശോചനം രേഖപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഭൂകമ്പത്തെക്കുറിച്ച് തനിക്കും രാജ്ഞിക്കും അനുഭവിച്ച ഞെട്ടലിനെയും സങ്കടത്തെയും കുറിച്ച് ചാൾസ് രാജാവ് സംസാരിച്ചത്. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള താൽക്കാലിക പാർശ്വഫലങ്ങൾ കാരണം ഹൈബ്രോവ് എസ്റ്റേറ്റിൽ വിശ്രമത്തിലാണ് രാജാവ്. മ്യാൻമാറിലും അയൽരാജ്യവുമായ തായ്ലാന്റിലും കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 1600-ലധികം ആളുകൾ മരണപ്പെട്ടു. ഡേറ്റിംഗ് ആപ്പുകൾ വികസിപ്പിക്കുന്ന MAD മൊബൈൽ കമ്പനിയുടെ സുരക്ഷാ വീഴ്ച മൂലം BDSM, പീപ്പിൾ, ചിക്ക, പിങ്ക്, ബ്ലീഷ്, ട്രാൻസ്ലേറ്റ് തുടങ്ങിയ 5 പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഏകദേശം 15 ലക്ഷം സ്വകാര്യ ഫോട്ടോകൾ പാസ്വേഡ് ഇല്ലാതെ ഓൺലൈനായി ലഭ്യമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സേവനങ്ങൾ 8 ലക്ഷം മുതൽ 9 ലക്ഷം വരെ ആളുകൾ ഉപയോഗിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. 2025 ജനുവരി 20-ന് ഈ സുരക്ഷാ പ്രശ്നത്തെക്കുറിച്ച് MAD മൊബൈലിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും മാർച്ച് 28-ന് BBC ഇമെയിൽ അയച്ചതിന് ശേഷമാണ് അവർ നടപടി സ്വീകരിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനുള്ള വിശദീകരണം കമ്പനി നൽകിയിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ലുലു ഗ്രൂപ്പ് 50 വീടുകൾ നൽകും. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 50 വീടുകൾ നൽകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം വിവരം അറിയിച്ചു. കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ
വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്തുമെന്ന് സിൻഡിക്കേറ്റ്. അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കും. അതേസമയം 1 വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും പരീക്ഷ എഴുതുവാൻ ആവശ്യപ്പെടുന്നതിൽ നീതീകരണമില്ലെന്നും സെമസ്റ്ററിലെ മറ്റു പേപ്പറുകൾക്ക് ലഭിച്ച മാർക്കിന്റെ ആനുപാതിക മാർക്ക് നഷ്ടപ്പെട്ട പേപ്പറിനും നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത പക്ഷം അതിജീവനത്തിനായി പൊരുതുന്ന ആശാവർക്കർമാർ അടുത്ത ഘട്ടമായി നാളെ മുതൽ മുടിമുറിക്കൽ സമരം നടത്തും. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 49ാം ദിവസവും തുടരുന്നു. നിരാഹാര സമരം 11ാം ദിവസവും പിന്നിടുകയാണ്. IPL-ൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 36 റൺസിന് ഗുജറാത്ത് ടൈറ്റൻസ് തോൽപ്പിച്ചു. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ മുംബൈക്ക് 160 റൺസ് നേടുവാനേ കഴിഞ്ഞു. പേസർമാരുടെ മിന്നും പ്രകടനമാണ് ഗുജറാത്തിന് തുണയായത്. IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.